അല്ല ഇത് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ ഒരു ഘട്ടത്തിലും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, ഭാരതീയ ജനതയുടെ ഭാരവാഹിയാണ്. ഈ അന്വേഷണത്തിന് ഒരു ഘട്ടത്തിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടാൻ ഞാൻ ശ്രമിക്കുകയില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. നാളെ അല്ലാതെ തന്നെ ഇവർ പറയുന്ന രാഷ്ട്രീയമാണ്, കുന്തമാണ്, കുടച്ചക്രമാണ്, അല്ലേ? ഇതൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കൂ. ഞാൻ കൂടുതൽ ED ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ അറിയുന്നത് നിങ്ങളിൽ നിന്നാണ്. ഞാൻ കൊടുത്തേക്കുന്ന പരാതികൾ എന്താണെന്നും ഞാൻ കൊടുത്തേക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്താണെന്നും എനിക്കറിയാം. പക്ഷേ EDയുടെ നിലപാടുകളും ED എടുക്കുന്ന സ്റ്റെപ്പുകളും ഞാൻ അറിയുന്നത് നിങ്ങളിലൂടെയാണ്. മറ്റൊരു കാര്യം, പൂഞ്ഞാറിൽ മത്സരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പണം കൃത്യമായി എന്ന് നോ കമൻസ്. അതൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആര് വിശദീകരിച്ചു? ഞാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. താങ്കളാണല്ലോ ചുമതലക്കാരൻ. അല്ല, അതൊക്കെ പാർട്ടി കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്നത്തെ വിഷയവും അതുമായി യാതൊരു ബന്ധമില്ല. അതിനെക്കുറിച്ചുള്ള മറുപടി അദ്ദേഹം നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാരമാണേ, ഇനി വരാനുണ്ട്, ഒരു സംശയം വേണ്ട. അതൊക്കെ കയ്യിൽ കിട്ടിയ ഡോക്യുമെൻസുകളല്ല ഈ 85 എന്നൊക്കെ പറയും. ഇത് 85 ഞാൻ തുടക്കം മുതലേ പറയുന്നത് ഈ 2 കോടിയോ 2,78,000 ഒന്നും അല്ല. അതിനൊക്കെ എത്രയോ വലിയ തുകകൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ കുറ്റാരോപിതമായ എല്ലാ കമ്പനികളിൽ നിന്നും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യം. അത് വീണ പറഞ്ഞു അങ്ങനെ. ഇത് എൻ്റെ അല്ലെന്ന് ഈ നിമിഷം വരെയും വീണ. ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇത്രയും ദിവസത്തിനിടയിൽ നിയമപരമായോ അല്ലാതെയോ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വീണ തൈക്കണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. അവരത് നിഷേധിച്ചില്ല. പിന്നെ നമ്മളെന്തിനാണ് അന്വേഷിക്കുന്നത്? ഈ നിമിഷം വരെ വീണയെ നിഷേധിച്ചിട്ടില്ല. ഇത് ഓരോ സാധനം കസ്റ്റഡിയിൽ എടുക്കുമ്പോഴും കൃത്യമായി മാസ്റ്റർ എഴുതി ഒപ്പിട്ടല്ലേ എടുക്കുന്നത്. പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലാണ്. പിണറായി അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. അല്ല, ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഏറ്റെടുത്താൽ ഇപ്പോൾ പിറ്റേ ദിവസത്ത് പോലും ഏറ്റെടുത്താൽ പിന്നെ കേസ് കുറ്റം അഡ്മിറ്റ് ചെയ്യുന്നതിനൊന്നും ഇല്ലല്ലേ. ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വീണയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമൊന്നും പെടുത്തൊന്നുമില്ല. എന്ത് ചോദിച്ചാലും ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഇതാണല്ലോ. എന്ത് ചോദിച്ചാലും അച്ഛനെ അറിയത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അച്ഛനെ അറിയത്തുള്ളൂ, അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ, അച്ഛനാണ് പ്രതി. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതൽ നിൽക്കുന്ന ഒരാളാണല്ലോ ഷോൺ ജോർജ്. സ്വാഭാവികമായിട്ടും ഈ 85 ലക്ഷം രൂപയുടെ ഒരു ഹവാല ഇടപാട് മാത്രമാണ് ഇതിൽ നടന്നിട്ടുള്ളൂ എന്ന്, അതുകൊണ്ട് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ഒന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തോ അവസാനം എഴുതി വെച്ചേക്കൊന്ന് സാധനത്തിൽ കിട്ടിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊന്നും തെളിവുകളുള്ളത് ഇപ്പോൾ ഈ ഒരു കാര്യം കിട്ടി, ആ രേഖയിൽ നിന്ന് കിട്ടി. ഒരു പക്ഷേ 2022 ഈ സംഭവത്തിനൊക്കെ ശേഷമായിരിക്കാം ഒരു പക്ഷേ ഈ ട്രാൻസാക്ഷൻ നടന്നിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഡയറിയിൽ എഴുതി വെച്ച്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ഒരു ഘട്ടത്തിലും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, ഭാരതീയ ജനതയുടെ ഭാരവാഹിയാണ്. ഈ അന്വേഷണത്തിന് ഒരു ഘട്ടത്തിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടാൻ ഞാൻ ശ്രമിക്കുകയില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. നാളെ അല്ലാതെ തന്നെ ഇവർ പറയുന്ന രാഷ്ട്രീയമാണ്, കുന്തമാണ്, കുടച്ചക്രമാണ്, അല്ലേ? ഇതൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കൂ. ഞാൻ കൂടുതൽ ED ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ അറിയുന്നത് നിങ്ങളിൽ നിന്നാണ്. ഞാൻ കൊടുത്തേക്കുന്ന പരാതികൾ എന്താണെന്നും ഞാൻ കൊടുത്തേക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്താണെന്നും എനിക്കറിയാം. പക്ഷേ EDയുടെ നിലപാടുകളും ED എടുക്കുന്ന സ്റ്റെപ്പുകളും ഞാൻ അറിയുന്നത് നിങ്ങളിലൂടെയാണ്.